നമസ്കാരം. ചർച്ച് ആക്ട് പോലെ ഒരു കണിശമായ ഓഡിറ്റ് പ്രക്രിയ സിറോ മലബാർ സഭയിൽ വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കോ പുരോഹിതനോ മെത്രാനോ ഇടപെടൽ നടത്താനാകാത്ത വിധം കർക്കശമായ ഒരു സംവിധാനം ഉണ്ടായാൽ സഭയ്ക്കെതിരെ വിമത പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു വികാരി അച്ഛനും മുണ്ടാടനും പ്രീസ്റ്റ് ഹോമിൽ വിശ്രമത്തിൽ കഴിയുന്ന പാഴ്ജന്മങ്ങൾക്ക് തോന്നില്ല. സഭാ സ്ഥാപനങ്ങളെ ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഇവറ്റകൾ ഇങ്ങനെ കിടന്നു മോങ്ങുന്നേ. അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും പ്രധാന അധ്യാപകനെ അനുസരിക്കണമെങ്കിൽ അതിനുള്ള അധികാരവും സംവിധാനവും ഉണ്ടാകണം. ഇത് രണ്ടും അതുക്കും മേലെയും സിറോ മലബാർ സഭയിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവ് കാണുന്നു. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിച്ച് സഭയെ മൊത്തത്തിൽ വിഴുങ്ങുന്നതിന് മുമ്പ് വേണ്ട പ്രതിരോധ നടപടികൾ എടുത്തില്ലെങ്കിൽ തൂമ്പ വേണ്ടി വരും. യഥാർത്ഥത്തിൽ എറണാകുളത്തെ സ്ഥായിയായ പ്രശ്നം എന്താ? കുർബാന തർക്കമൊന്നും അല്ല യഥാർത്ഥ പ്രശ്നം. കണക്കില്ലാത്ത പണവും സ്വത്തുക്കളും സ്ഥിരമായ വരുമാനമുള്ള സ്ഥാപനങ്ങളുമാണ്. ഈ പണവും സ്വത്തും പണം കൊയ്യുന്ന സ്ഥാപനങ്ങളുടെ അധികാരവും കൈകാര്യം ചെയ്യലും പുരോഹിതരിലും പിതാക്കന്മാരിലും നിക്ഷിപ്തമായിരിക്കുന്നിടത്തോളം കാലം ഈ സഭയിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ വരും. സഭയുടെ സ്വത്തുക്കളും പണവും സ്ഥാപനങ്ങളും വിശ്വാസികളുടെ വിയർപ്പും അധ്വാനവുമാണ്. അത് ഈ സുഖലോലുപരായ പുരോഹിതന്മാരിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും എടുത്ത് വിശ്വാസികളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്ത വിവരവും വിദ്യാഭ്യാസവുമുള്ള പരിചയ സമ്പന്നരായ വ്യക്തികളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ കീഴിൽ കൊണ്ടുവരണം. കൃത്യമായ നികുതി കണക്കുകൾ ഗവൺമെന്റിന് സമർപ്പിച്ച് സഭയെ നയിക്കണം. പിതാക്കന്മാരും പുരോഹിതരും സഭയുടെ ദൈവിക കാര്യങ്ങളും കൂതാശകളും മാത്രം നോക്കി നടത്തിയാൽ മതി. ഇവരുടെ മാനേജ്മെന്റ് കേപ്പബിലിറ്റി, ലോയൽറ്റി, ഡെഡിക്കേഷൻ, അക്കൗണ്ടബിലിറ്റീസ് എല്ലാം തന്നെ വളരെ തരം താഴ്ന്നതും വിശ്വാസികളെ മണ്ടന്മാരാക്കി നയിച്ചുകൊണ്ട് സ്വന്തം കാര്യം നേടുകയും ചെയ്യുന്നു. വിശ്വാസികൾക്ക് ചോദിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് അവർ ഈ കൊള്ള നടത്തുന്നത്. പള്ളിയിലും പ്രസ്ഥാനങ്ങളിലും പേരിനൊരു കമ്മിറ്റി ഉണ്ടാകും. ഇടവകക്കാരുടെയോ കമ്മിറ്റിയിലെ മറ്റു വ്യക്തികളുടെയോ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും 99% പോലും വില കൽപ്പിക്കാത്ത പുരോഹിതരും പിതാക്കന്മാരുമാണ് സഭയിൽ ഒട്ടുമുക്കാലും. ഇവർ സഭയുടെ ശാപവും സഭയുടെ അന്തകരുമാണ്. ഇവരിൽ നിന്ന് സഭയെ രക്ഷിക്കണം. ഇവരുടെ ധൂർത്തിന് അറുതി ഉണ്ടാകണം. വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കണം.